എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നമുക്ക് പക്രു എന്ന് പോലും വിളിക്കില്ല, അജയാന്നേ പറയാറുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഇൻസ്പിറേഷനാണ് നമുക്ക്. ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ മമ്മൂക്കയിൽ നിന്ന് പഠിക്കാനുണ്ട്. മമ്മൂക്കയെ പറ്റി ഒരുപാട് മലയാള സിനിമയിലെ സകല താരങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്ക് വരെ പാഠമാണ്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളത് എന്താ പറയുക, മമ്മൂക്ക സിനിമയിൽ മാത്രമേ അഭിനയിക്കുകയുള്ളൂ. ജീവിതത്തിൽ അദ്ദേഹം അഭിനയിക്കില്ല. അദ്ദേഹം ഒരു പച്ചയായ നന്മയുള്ള ദൈവഭയമുള്ള ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് മമ്മൂക്ക. പച്ചപ്പൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഉച്ചയ്ക്ക് ഞങ്ങളൊന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, മമ്മൂക്കയായിട്ടുള്ളൊരു ബന്ധം തുടങ്ങുന്നത് എന്നെ പ്രാങ്ക് ചെയ്തുകൊണ്ടായിരുന്നു. ഞാൻ ദുബായിലൊരു പ്രോഗ്രാമിൽ റേഡിയോയിൽ ഇരുന്നിട്ട് രമേശ് പയ്യന്നൂരുണ്ടല്ലോ, അറിയാമല്ലോ, മമ്മൂക്കയുടെ ശബ്ദം തന്നെയാണ്, ഭയങ്കര ഗനഗാംഭീര്യം ഒക്കെ ആയിട്ട് അദ്ദേഹമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ കാര്യങ്ങളിങ്ങനെ സീരിയസ് ആയിട്ടൊക്കെ ഞാനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരു കോൾ വരുന്നുണ്ട്, കണക്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ശരി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹലോ ആരാണ്? ഞാൻ മമ്മൂക്കയാണ്. അല്ല മമ്മൂട്ടിയാണ്. ഞാൻ മമ്മൂട്ടിയാണ് എന്ന് പറഞ്ഞു. ഏത് മമ്മൂട്ടി? ഞാൻ എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മിമിക്രിക്കാരൻ നമ്മളെ മിമിക്രി എന്നുള്ളവരാരെങ്കിലും, കാരണം അവിടെ രാജീവ് ചെറായി അവരവരൊക്കെ ഉണ്ട്, അവിടുത്തെ ഇതിൽ തന്നെയുണ്ട്. അപ്പോൾ ഇവരാരെങ്കിലും ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് സംസാരിച്ച് പോകെ എനിക്ക് പിടികിട്ടി ഇതാള് ആണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ ഇന്നയാൾ വളർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇതുവരെ വളർന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് കാര്യങ്ങൾ കൺഫേം ആക്കി. അത് കഴിഞ്ഞപ്പോഴാണ് രമേശ് ഏട്ടൻ എൻ്റെ അടുത്തേക്ക്, ഞാൻ കൂടുതൽ അബദ്ധമൊന്നും പറയാതിരിക്കാനാണോ എന്തോ ആവട്ടെ, എന്നോട് പറഞ്ഞു അദ്ദേഹം ഇവിടെ ഷൂട്ടിങ്ങിന് വന്നതാണ്. ആ സമയത്ത് കാറിൽ ഇങ്ങനെ പോകുമ്പം ഇൻ്റർവ്യൂ കേട്ടിട്ട് രമേശ് ഏട്ടനെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു ഇന്ന് കോളിലേക്ക് കണക്ട് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരുപാട് എന്താ പറയുക സർപ്രൈസുകൾ തരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് മമ്മൂക്ക. പിന്നെ പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വരുന്നത്. കൊറിയറായിട്ട് വരുന്നത്. അത് മമ്മൂക്കയാണ് അത് വാങ്ങുന്നത്. എന്നിട്ട് മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇതൊരു ചെറിയ കാര്യമല്ല, ഇത് ആഘോഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീടുള്ള ഷോട്ടുകളിലൊക്കെ ഗിന്നസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഉചിതമായ സമയം, പേരിനോട് ചേർത്ത് ഗിന്നസ് അങ്ങ് ചേർത്തിട്ട്. കാരണം ഒരു മമ്മൂക്ക പറഞ്ഞ ഒരു വേർഡ് എൻ്റെ മനസ്സിലുണ്ട്, ഇതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ആ ചെറിയ കാര്യമല്ലാത്തത് നമ്മുടെ പേരിന് മുമ്പിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചത് ഒരു വലിയൊരു എന്താ പറയുക, ഇന്ത്യയിലെ തന്നെ ലെജൻഡാണ് മമ്മൂക്ക, മികച്ചൊരു നടനാണ് മമ്മൂക്ക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്, സിനിമയിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു വേൾഡ് റെക്കോർഡ് കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്നായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഞാനൊരു സിനിമയിൽ ചെല്ലുമ്പോൾ മമ്മൂക്കയായിരുന്നു എൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഞാൻ മമ്മൂക്കയോട് അഭിനയിച്ചിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഡയലോഗ് എടാ ആ യൂണിഫോം എടുക്കണം, ഇവിടെ വാടാ എന്ന് പറയണം. എന്നോട് ചെന്നപ്പോൾ തന്നെ അയ്യോ അതൊന്നും പറ്റുന്നില്ല, നീ മമ്മൂക്കയോട് അഭിനയിക്കാണ്ട് ഫസ്റ്റ് തന്നെ ഇടാന്നൊക്കെ വിളിച്ചാൽ ആകെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ അതിൻ്റെ ടെൻഷൻ, ഇത് അഭിനയിക്കണം, അത് തെറ്റിക്കഴിഞ്ഞാൽ മമ്മൂക്ക എങ്ങനെ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതിന് മുമ്പ് പോയിട്ട് മമ്മൂക്ക എൻ്റെ പേര് ഇങ്ങനെയാണ്, ഇങ്ങനെ പരിചയപ്പെടാനൊരു അവസരവും കിട്ടില്ല. കാരണം തിക്കും തിരക്ക് മമ്മൂക്ക വന്ന ആളുകളും അപ്പോൾ മമ്മൂക്കയുടെ കൂടെ വേറെ കുറേ കഥ പറയുന്ന ആൾക്കാരും അപ്പോൾ അദ്ദേഹത്തിന്, അപ്പോൾ എനിക്കൊന്നും പറ്റില്ല. നമുക്കൊന്ന് ഷോട്ട് റെഡിയല്ലേ, എല്ലാം റെഡിയല്ല, ഓക്കെ ഞാൻ എടുത്തോളാൻ പറഞ്ഞിട്ട് നമുക്ക് അതൊരു ഈസി പാറ്റേൺ. നമുക്ക് അതൊന്നത് ചെയ്തിട്ട് പോയി. നമ്മൾ ഫുൾ ടെൻഷനിലേക്ക് ഇരുന്നിട്ട് ഫസ്റ്റ് ഡയലോഗ് ഇത് പറയണം. ഞാൻ പിന്നെ ഫുൾ ദൈവങ്ങളെ വിളിച്ചിട്ട് ഒന്നും നോക്കില്ല, എടാ യൂണിഫോം ഇവിടെ വേടാ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വന്നു, ഷോട്ട് കട്ട് ചെയ്തു. നമുക്ക് അവിടെ ചോദിച്ചു ആരാണ്. അപ്പോൾ പെട്ടെന്ന് അവരെല്ലാവരും മുഖം വാങ്ങി, ദൈവമേ ചെമ്പിന് പണി വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇറങ്ങി, നന്നായിട്ടാ കൊള്ളാം, അങ്ങനെ നമുക്ക് അങ്ങനെ കൊള്ളാം. പിന്നെ നീ കുറച്ചും കൂടി ജീപ്പിൽ ഇരുന്നിട്ട് വിളിക്കണം, നമ്മൾ കുറച്ചുകൂടി പുറത്തേക്ക് വന്നെങ്കിലേ ക്യാമറയിൽ കാണുള്ളൂ. അപ്പോൾ നമ്മൾ പേടിച്ചൊക്കെ വെറുതെ ആയി. അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു അച്ഛനെ പോലെ ഒരു ഏട്ടനെ പോലെ അത് പറഞ്ഞു തന്നു. ഗ്രേറ്റ് നടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമുള്ള കാര്യമാണ്. കാരണം ഞാൻ പേടിച്ചിട്ടാണ് അഭിനയിക്കാൻ പോയത്. പക്ഷേ ചെന്നപ്പോഴാണ് മനസ്സിലായി, ഈ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല മനുഷ്യനാണ്, ഇത്ര കൂളാന്ന്. കാരണം എനിക്കൊരു സീൻ ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ പറയാത്, ഞാൻ മമ്മൂക്കനോട് അതൊന്നും പറഞ്ഞില്ല. അത് ഒരു സീൻ, എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന സീനാണ് ഗ്രേറ്റ് ഫാദറിൽ. മമ്മൂക്ക തോക്കും വെച്ച് ഞാൻ വണ്ടി ഓടിച്ചിട്ട് അങ്ങനെ പോണ. അപ്പോൾ
തൃശ്ശൂർ തന്നെ ആയിരുന്നു ഷൂട്ട് ചെയ്യാം. അപ്പോൾ 70 കിലോമീറ്റർ സ്പീഡിൽ പോകണം. മുന്നിൽ നിന്ന് വലിയൊരു 2 ക്യാമറ, ഈ സൈഡിൽ നിന്ന് ഒരു ക്യാമറ. ആ വണ്ടിയിൽ കയറിയിട്ട് ഇങ്ങനെ ഡയലോഗും മമ്മൂക്കാൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി ഡയലോഗും പറയുമ്പോഴാണ് ഇതിങ്ങനെ ഓടിക്കും വേണം. 70 കിലോമീറ്റർ സ്പീഡിൽ സർവീസ് റോട്ടോടെ ഓടിക്കും വേണം. ആൾക്കാരും പോകുന്നുണ്ട്, അവരെ ഇടിക്കാനും പാടില്ല. ഇതൊക്കെ കൂടി ഞാനെങ്ങനെ ചെയ്യും? ഞാൻ ഇങ്ങനെ നോക്ക്, ഭയങ്കര ഇത്ര ഗ്യാപ്പുള്ളൂ. കാരണം ക്യാമറയിൽ വെച്ചിട്ട് സൈഡിൽ നിന്ന് ക്യാമറ അവിടെ തട്ടാനും പാടില്ല. മമ്മൂക്ക കയറി, അതാണ് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയത്. മമ്മൂക്ക വണ്ടിയിൽ കയറി കൊല്ലം കുറവായിട്ടുള്ളതല്ല, അത് പിന്നെ വണ്ടി ഓടിക്കുന്ന ഷുമൈക്കളല്ലേ. നോക്കി വിജയൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ എന്ന് എനിക്ക് ഈ വണ്ടി ഓടിക്കാൻ. ഒരു ധൈര്യം കിട്ടിയാവും. നമുക്കൊക്കെ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു. ഈ വണ്ടി ഓടിക്കുമ്പോഴാണോ ഞാൻ ഡയലോഗ് പറയുമ്പോഴാണോ തിരിഞ്ഞു നോക്കി ഡയലോഗും പറയുമ്പോഴാണോ ഇത് ഓടിച്ചുകൊണ്ട് പോകാം. ഭാഗ്യത്തിന് അത് കറക്റ്റായി. ഡയറക്ടർ അവിടെ കിടന്നിട്ട് ഇങ്ങനെ അനീഫ്ക കിടന്നിട്ട് ഡയലോഗും പറഞ്ഞു. ഞാൻ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഓടിച്ച് ഒരു കണക്കിന് നല്ലൊരു ഷോട്ടായി അത്.